ഓക്കെ ആരിഫ്, ഒറ്റ കാര്യം ഈ പാനലിൻ്റെ ശ്രദ്ധയിൽ കൂടിയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നഗരത്തിൽ തന്നെ ഒരു 7-8 സ്ഥലത്തുണ്ട് നമ്മുടെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഷോപ്പുകളാണ് കൂട് പോലെ ഇങ്ങനെ മുളച്ചു വരിക. എല്ലായിടത്തും ഡേറ്റ്സ് ആൻഡ് നട്ട്സാണ്. ഞാൻ പേര് പറയുന്നില്ല. യെസ്, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല, അത് സമയമായിട്ടില്ല. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഈ തീവ്രവാദ സംഘടനകൾക്ക് ഒരു പഠനത്തിൽ കണ്ടു എന്നാണ് ബലദേവ് സാർ പറഞ്ഞത്. അത് ഏതാണ് ആ പഠനം എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്തായാലും എനിക്കറിയുന്ന തീവ്രവാദ സംഘടനകൾ ഒരു 500 തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ഏത് സംഘടന എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യം തന്നെയാണ്. അതെന്ന് വെച്ചാൽ ഇസ്ലാം അവിടെ ഉണ്ടാവണം, ശരി അവിടെ സ്ഥാപിക്കണം, അത് മതം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പൊളിറ്റിക്സിലേക്ക് മതം ചേർക്കുന്നു അല്ലെങ്കിൽ ആ കൾച്ചറൽ എലമെന്റ് ചേർക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നില്ലേ, അപ്പൊ പിന്നെ ഇവരും അത് ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സമീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിനോട് നമുക്ക് അതിനെ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സംഗതി ചെയ്താൽ അതിന്റെ ഔട്ട്കം എന്താണ്? അവിടെ ഔട്ട്കം ആയിട്ട് വരുന്നത് ഇസ്ലാമിന്റെ പക്ഷത്തുള്ള ആളുകൾ ആ മതം അവിടെ തിരികിയാൽ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു താലിബാനാണ്. എന്നാൽ മറ്റേത് എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ സാധാരണ പറയുന്ന ഒരു ഹിന്ദു താലിബാനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. ഇവിടെ രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ഒരു രീതി വരെയും ഇതിന്റെ ലക്ഷ്യങ്ങൾ മത ഇതരമായ മറ്റെന്തോ ആണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് ആദ്യം തന്നെ ചുവട് പിഴയ്ക്കുന്നതെന്നാണ് എനിക്ക് ഇതിൽ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും നാടിനെ നശിപ്പിക്കാൻ ഫണ്ടിങ് നടത്തിയ ഈ 10,000 മലയാളികൾ അവരെ എക്സ്പോസ് ചെയ്യണം. താമസിയാതെ അവർ NIA യുടെ വലയിൽ ആകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.